വല്ലാത്തൊരു തിളക്കമുണ്ട് നിങ്ങളുടെ കണ്ണിൽ. ആ കണ്ണിൻ്റെ തിളക്കം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വെളുപ്പാണ്. മനസ്സ് വെളുപ്പാണെങ്കിലേ കണ്ണിന് തിളക്കമുണ്ടാവും. അപ്പം എന്തായാലും ഈ വന്നിരിക്കുന്നവർ കൂടുതലാണ്. ഈ വന്നിരിക്കുന്നവരെല്ലാം വെളുത്ത മനസ്സുള്ളവരാണ്. അപ്പം ചിലർ മനസ്സ് പറയും, കാന്തമാശി കറുപ്പ് മോശമാണോ? കറുപ്പ് മോശമല്ല. പക്ഷെ മനസ്സിൻ്റെ ഒരു സൗരഭ്യത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത്. ഈ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട്, ഇവിടത്തേക്ക് വന്ന സഹോദരിമാരെല്ലാം ഇവിടുന്ന് തിരിച്ചു പോവുക. നിങ്ങൾ നിങ്ങളോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കും. ഇന്ന് പലരും ഉറങ്ങൂല, ഉറക്കം കിട്ടാതെ തിരിഞ്ഞും മറിഞ്ഞു കിടക്കും. നാളത്തെ പ്രഭാതം എന്ന് പറയുന്നത് പുതിയൊരു പുനർജന്മമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ദൈവത്തിൻ്റെ വല്ലാത്ത അനുഗ്രഹം ലഭിച്ചവരായിരിക്കുന്നവരെല്ലാം വലിയ സങ്കടങ്ങളൊന്നും ഇരിക്കുന്നവർക്കില്ല. ഒരു മനുഷ്യനുണ്ടാകുന്ന വിഷമങ്ങളൊക്കെ ഉണ്ടാവും, വലിയ സങ്കടങ്ങളില്ല. ഈ ഇരിക്കുന്നവരുടെ ആരുടെയും കിഡ്നിക്ക് കുഴപ്പമില്ല. ഈ ഇരിക്കുന്നവരുടെ വീട്ടിലൊന്നും ഭിന്നശേഷി കുട്ടികളില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഇരിക്കുന്നവരുടെ വീട്ടിലൊന്നും മാനസിക രോഗികളില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വല്ലാത്ത സങ്കടങ്ങൾ നമ്മുടെ കൂടെ പുറപ്പാണെങ്കിൽ ഒരു മഞ്ഞപ്പാറയിലെ മീറ്റിങ്ങിനും നമുക്ക് പോയിരിക്കാനാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏതോ അർത്ഥത്തിൽ ദൈവത്തിൻ്റെ വല്ലാത്ത അനുഗ്രഹം ലഭിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന്. ഇന്നലെ രാത്രി മരിച്ചു പോയവരാണ് നിങ്ങളും ഞാനും. രാത്രി 12 മണിക്ക്, 11 മണിക്ക്, 1 മണിക്ക് മരിച്ചു പോയവരാണ്. ഉറക്കെന്ന് പറയുന്നത് മരണത്തിൻ്റെ റിഹേഴ്സലാണ്. അതിന് മതമൊന്നുമില്ല, ജാതിയില്ല, ഇസ്ലാമോ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ഒന്നുമില്ല. മരണം എന്ന് പറയുന്നതിന് മുമ്പിൽ എല്ലാവരും ഇതുപോലെയാണ്. ഇന്നലെ രാത്രി മരിച്ചു പോയവരാണ് നമ്മളെല്ലാം. രാവിലെ നമ്മൾ വീണ്ടും ജനിച്ചതാണ്. രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ പുനർജന്മമായിരുന്നു. ആരോടാണ് നമ്മൾ നന്ദി പറയേണ്ടത്? വേറെ ഒരാളുണ്ട്, ഈ ആയുസ് തന്നതിന്, വീണ്ടും എന്നെ ജനിപ്പിച്ചതിന്, എനിക്ക് എഴുന്നേറ്റിരിക്കാൻ കഴിഞ്ഞതിന്, എനിക്ക് നടക്കാൻ കഴിഞ്ഞതിന്, എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞതിന്, എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ കഴിഞ്ഞതിന്, എനിക്ക് മഞ്ഞപ്പാറയിലേക്ക് വരാൻ കഴിഞ്ഞതിന് നന്ദി പറയണം ദൈവത്തോട്. ആളുകൾ ജനിക്കുന്നത് 10 മാസം മുമ്പേ അറിയും. ഒരു സ്ത്രീയുടെ ഗർഭകാലം 10 മാസമാണ്. ഇനി ആ ഒപ്പിടൽ അവസാനം ഒപ്പിടാം കേട്ടോ. ഇനി അവസാനം ഒപ്പിടാം, ലാസ്റ്റ്. 10 മാസം മുമ്പേ അറിയും ഒരാൾ ജനിക്കുന്നത്. ഒരു കുട്ടി വരുന്നുണ്ട്, ആണായാലും പെണ്ണായാലും ഒരു കുട്ടി വരുന്നുണ്ടെന്ന് 10 മാസം മുമ്പേ അറിയാം. എന്നാൽ കൂട്ടരെ, അവസാനത്തൊരു യാത്രയുണ്ട്. ആ യാത്രയ്ക്ക് മുമ്പും പിൻപുമില്ല. നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ചു നിൽക്കുന്ന എനിക്ക് ഈ വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയുമോ എന്നെനിക്കറിയില്ല. നേരത്തെ പ്രായമായിട്ട് ആളുകൾ മരിക്കുക.
80 വയസ്സായിട്ടാണ് ആളുകൾ മരിക്കുക. രോഗിയായി കിടന്നിട്ടാണ് ആളുകൾ മരിക്കുക. കോവിഡിന് ശേഷം മരണം തൊട്ടടുത്തുണ്ട്. ആർക്ക് പറയാനാകും ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തുമെന്ന്? ഈ കൂട്ടത്തിൽ ആർക്ക് പറയാനാവും? ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത സാധനത്തിന്റെ പേരാണ് മനുഷ്യൻ. ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഈ നിമിഷം മരിച്ചു പോയേക്കാം. ഇരിക്കുന്നവരെല്ലാം ദൈവവിശ്വാസികളാണ്. അതിന് ഒരു മതത്തിന്റെ നിറവുമില്ല. ഹിന്ദുവാവട്ടെ, മുസ്ലിമാവട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, ദൈവവിശ്വാസികളാണ് ഇരിക്കുന്നവരെല്ലാം. ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ എന്താണ് വഴി? അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മനസ്സിന്റെ വെളുപ്പ് കൊണ്ട് വേണം ഇതിനെ തടയാൻ. ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കാൻ. നന്മ ചെയ്യണം നമ്മൾ. നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്. ഇതൊരു ഡയാലിസിസ് സെന്ററാണ്. കയറി നോക്കിയിട്ടുണ്ടോ നിങ്ങൾ അതിൻ്റെ അകം? എന്താണ് ഡയാലിസിസ് എന്നറിയാമോ നിങ്ങൾക്ക്? എൻ്റെ നാവ് കരിനാക്കറ്റാണ്. കോഴിക്കോട്ടുകാർ പറയും കരിനാക്കുള്ളവർ പറഞ്ഞാൽ അത് സംഭവിക്കും. കരിനാക്കൻ്റെ പക്ഷെ ഞാൻ പറയാണ്, 8 ഡയാലിസിസ് മെഷീനുകൾ ഈ മഞ്ഞപ്പാറയിലുണ്ട്. 8 7 അതിന് 10 ആവും. ആ 7 ഡയാലിസിസ് മെഷീനിൽ 1 എനിക്ക് വേണ്ടിയാണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കിക്കൊള്ളുക. ആ കട്ടിലിൽ നാളെ ഞാൻ കിടക്കും. ഉറപ്പിച്ചു നിങ്ങൾ. ഒരു ഗ്യാരണ്ടിയുമില്ല. ഒരു ഗ്യാരണ്ടിയുമില്ല. കിഡ്നി പടിമുടക്കിയാൽ എന്താ അവസ്ഥ എന്നറിയുന്നത്? വെള്ളം കുടിക്കാനാവില്ല. കടുത്ത വേനലുണ്ട്. ഇപ്പോൾ വെള്ളം കുടിച്ചാൽ അത് ശരീരത്തിൽ നീരായി ഇങ്ങനെ ശരീരത്തിൽ കാണിക്കും. അധികം വെള്ളം കുടിക്കാൻ പറ്റില്ല. ഞാൻ ഡയാലിസിസ് സെന്ററിൽ ഒരാളോട് ചോദിച്ചു, ഈ കടുത്ത വേനലിൽ നിങ്ങൾ എന്താ ചെയ്യുക? അയാൾ പറഞ്ഞു, മാഷി ഞാൻ ഐസിന്റെ കട്ട ഇങ്ങനെ എടുത്ത് നാവിൽ വെക്കും. ദേശ സമാധാനം കിട്ടുമല്ലോ ഐസിന്റെ കട്ട. 1 മാസത്തിൽ 13 ദിവസമാണ് കൂട്ടരെ ഡയാലിസിസ്. 3 ദിവസം കഴിയുമ്പോൾ 4 മണിക്കൂർ കട്ടിലിൽ കിടന്നു കൊടുക്കണം. 4 മണിക്കൂർ. ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ വരാൻ ഇവിടെ ഇരിക്കാൻ നിങ്ങളുടെ മനസ്സിൽ എന്ത് പ്രയാസമുണ്ട്? 4 മണിക്കൂർ കട്ടിൽ കിടന്നു കൊടുത്താലേ ജീവനുണ്ടാവും. നമ്മൾ കിടക്കുന്നതായിട്ട് ആലോചിക്കുമ്പോഴാണ് ചന്ത് പൊട്ടുക. ഞാൻ കോഴിക്കോട് ജില്ലയിലെ നന്ദി എന്ന് പറയുന്ന, പയ്യോളിക്കടുത്ത് നന്ദി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഒരെഴുത്ത് നന്ദി എന്ന് പറയുന്നൊരു സ്ഥലം. ആ സ്ഥലത്ത് ഇതുപോലൊരു പ്രോഗ്രാമിന് പോയപ്പോൾ ആ പ്രോഗ്രാമിന്റെ അവസാനം നൗഷാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വേദിയിലേക്ക് വന്നു. നൗഷാദ് പറയാണ്, മാഷേ നിങ്ങൾ നന്നായി സംസാരിച്ചു, പക്ഷെ ഒരു കാര്യം നിങ്ങളോട് വിട്ടുപോയി. ഡോക്ടർ ഇദ്രീസ് എന്ന് പറയുന്ന വലിയ മനുഷ്യ സ്നേഹി തന്റെ ചെയർമാനാണ്. ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ച പ്രദേശമാണിതെന്ന് നിങ്ങളോട് പറയാൻ വിട്ടുപോയി. അപ്പൊ എനിക്ക് തോന്നി പയ്യോളിയിലാണ് അദ്ദേഹം തുടക്കം കുറിച്ചത്. ഫോണോപ്പാക്കണേ, ഫോണടിയിരുന്നു, ഫോണോപ്പാക്കണേ. നൗഷാദ് പറയാണ്, 12 വർഷം മുമ്പ് ഡോക്ടർ ഇദ്രീസ് ഇവിടെ വന്നു, പയ്യോളിയിലെ നന്ദിയിൽ. അവിടുത്തെ ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി പറഞ്ഞു, നമുക്ക്
ഒരു ഡയാലിസിസ് സംവിധാനം ആരംഭിക്കണം ഇവിടെ. അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന പൈസ സ്വരൂപിച്ച് തരുമോ എന്ന് ചോദിച്ചു. നൗഷാദിന്റെ നേതൃത്വത്തിൽ ചെറുപ്പക്കാർ പറഞ്ഞു, ഞങ്ങൾ ശരിയാക്കി തരാം. മീറ്റിംഗ് കഴിഞ്ഞ് ഡോക്ടർ പോയതിനു ശേഷം നൗഷാദും ടീമും കണക്ഷൻ എടുത്തപ്പോൾ 1,00,000 രൂപ കിട്ടി. ഡോക്ടർ വിളിച്ച് നൗഷാദ് പറഞ്ഞു, 1,00,000 കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ എപ്പോഴാണ് വാങ്ങാൻ വരിക എന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു, അടുത്ത ദിവസം കുറച്ചുകൂടി ആളെ നിങ്ങൾ വിളിച്ചു ചേർക്കൂ, ഞാൻ വരാം. കുറച്ചുകൂടി ആളുകളെ വിളിച്ചു ചേർത്ത് സഹസ്രവിച്ച് ഡോക്ടർ പറഞ്ഞു, ഈ 1,00,000 രൂപ ഞാൻ വാങ്ങില്ല, പകരം ഈ പ്രദേശത്ത് നിങ്ങൾ ഒരു ഡയാലിസിസ് കേന്ദ്രം ആരംഭിക്കണം. ആളുകൾക്ക് ആവേശമായി. വലിയ കളക്ഷൻ നടത്തി അതിൻ്റെ ഭാഗമായി ഡയാലിസിസ് സെൻ്റർ ആരംഭിക്കാനുള്ള പ്രവർത്തനം ആരംഭിച്ചു. അതോടൊപ്പം അവിടെ ഒരു വൃക്ക രോഗനിർണയ ക്യാമ്പ് നടത്തി. നൗഷാദ് പറയാണ്, വൃക്കരോഗനിർണയ ക്യാമ്പിൽ നാട്ടിലെല്ലാവരും വന്ന് പരിശോധിച്ചു, മൂത്രം പരിശോധിച്ച് എല്ലാവരും പോയി, ഞാനും പരിശോധിച്ചു. വ്യത്യാസം ആ വൃക്കരോഗനിർണയ ക്യാമ്പ് നടത്തിയവിടുത്ത് നിന്ന് ഡോക്ടർ വിളിക്കുന്നു, നൗഷാദ് ഒന്ന് ഇവിടം വരെ വരണം. നൗഷാദ് ചെന്നപ്പോൾ നൗഷാദ് പറഞ്ഞു, ഒന്ന് ഡോക്ടറെ കാണണം. ഡോക്ടർ പറഞ്ഞു, നൗഷാദെ, നിന്റെ ബ്ലഡ് പരിശോധിച്ചപ്പോൾ, നിന്റെ യൂറിൻ പരിശോധിച്ചപ്പോൾ എന്തോ തകരാറ് കാണുന്നുണ്ട്. ഒരു കുഴപ്പം അതുവരെ നൗഷാദിൻ്റെ. നൗഷാദ് സംഘാടകനാണ്. അതുകൊണ്ട് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നൗഷാദ് വന്നു. നൗഷാദിന് ഉറപ്പാണ് ഒരു കുഴപ്പമുണ്ടാവില്ല. തിരിച്ച് ബ്ലഡ് റിസൾട്ടുമായി വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നൗഷാദ്, നിന്റെ ക്രിയാറ്റിൻ വല്ലാതെ കൂടിയിട്ടുണ്ട്, വേഗം നെഫ്രോളജിസ്റ്റിനെ കാണിക്കണം. നെഫ്രോളജിസ്റ്റിനെ പോയി കാണിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്, എത്രയും വേഗം ഡയാലിസിസ് ആരംഭിക്കേണ്ട രോഗിയാണ് നൗഷാദ്. നൗഷാദ് ഞെട്ടിപ്പോയി. അതിനേക്കാൾ വലിയൊരു ഞെട്ടലും നൗഷാദിനുണ്ടായി. എന്താണെന്നറിയാം നിങ്ങൾ? ഇത് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്, നൗഷാദിന്റെ കിഡ്നി പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്, നൗഷാദിന് ഒരു കിഡ്നിയെ, നമുക്കൊക്കെ 2 കിഡ്നിയുണ്ട്. 2 കിഡ്നി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ തപ്പി നോക്കിയിട്ട് കണ്ടോന്നില്ല. നിങ്ങളും അങ്ങനെ വിചാരിക്കുന്നത്. 2 കിഡ്നി ഉണ്ടെന്ന് വിചാരിച്ചാണ് ഈ മഞ്ഞപ്പാറയിലെ നിങ്ങളുടെ ഇരുത്തം, കീപ്പറിൻ്റെ ഇരുത്തണ്ടല്ലോ, എനിക്ക് 2 കിഡ്നി ഉണ്ട് എന്നൊക്കെ വിചാരിച്ചു. നൗഷാദ് അങ്ങനെ നിന്നാണ്. ഒരു കിഡ്നിയേ ഉള്ളൂ, ജന്മനാ ഒരു കിഡ്നിയേ ഉള്ളൂ എന്ന് നൗഷാദ് തിരിച്ചറിയുന്നത് പയ്യോടിയിൽ നടന്ന വൃക്കരോഗ നിർണയ ക്യാമ്പിൽ യാദൃച്ഛികമായി പരിശോധിച്ചപ്പോഴാണ്. കിഡ്നി ഡാമേജിലാണ്, ഒരു കിഡ്നി ഡാമേജിലാണ്. എത്രയും വേഗം കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, കിഡ്നി മാറ്റി വെക്കണം.